that will help you to get ready for your trip. We wish you a safe and secure journey. ഇതിലൂടെ വെൽക്കം ചെയ്യാൻ നിങ്ങൾ. So നമ്മളെ പല ഇവിടെ ഇരിക്കുന്ന പലർക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ കിട്ടിയതാണ്. ഈ വിസ സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ കയ്യിലിരിക്കുന്ന വിസയുടെ കാര്യത്തിൽ അല്ലെ വിസയിൽ നമ്മൾ എന്തെല്ലാം ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം, നമ്മൾ എന്തെല്ലാം ആ പാസ്പോർട്ട് തുറന്ന് നമുക്ക് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസയുടെ കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഡോക്യുമെന്റേഷൻ മാനേജർ എന്ന് പറയും. പാസ്പോർട്ട് നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അതായത് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതിൽ സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടാവും, അതായത് നമ്മുടെ വിസ തുടങ്ങുന്ന ഡേറ്റ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. നോർമലി ഇപ്പം ചിലപ്പോൾ നമുക്ക് ഒരു ചിലപ്പോൾ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്നത് ഡേറ്റിലായിരിക്കും സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ വിസ വാലിഡ് ആകും. അതുപോലെ തന്നെ ഫസ്റ്റ് എൻട്രി ഡേറ്റ് പറയുന്നുണ്ട്, അതായത് ഏത് ഡേറ്റിലാണ് നമ്മൾ അവിടെ ആ ഡേറ്റ് നോക്കണം. കാരണം ഈ പറയുന്നത് വെച്ചാൽ ചില കേസസിൽ ഡീറ്റെയിൽസ് അവർ എൻട്രീസ് ഒക്കെ തെറ്റിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ട്രാവൽ ചെയ്യാൻ നോക്കുന്നതാണ് ലാസ്റ്റ് മൊമെന്റിലാണ് ഈ ഡീറ്റെയിൽസ് നോക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതേപോലെ തന്നെ നമ്പർ ഓഫ് എൻട്രീസ്, അതായത് മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്, സിംഗിൾ എൻട്രി ഉണ്ട്. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന എല്ലാവർക്കും മൾട്ടിപ്പിൾ എൻട്രി വിസ സ്റ്റാമ്പ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് എത്ര തവണ വേണേലും പോയി വരാനുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫുൾ നെയിം, ആസ് പെർ പാസ്പോർട്ട്, ദെൻ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യും. പിന്നെ ഉള്ളത് കോഴ്സിന്റെ നെയിം, നമ്മളിപ്പോൾ ഏത് കോഴ്സിനാണ് പോകുന്നത്, ഈവൻ കോഴ്സിന്റെ പേരും ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരും തമ്മിൽ തെറ്റ് വരാറുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് കൂടെ നമ്മൾ വെരിഫൈ ചെയ്യും. ദെൻ ക്യാമ്പസ്, ഇപ്പൊ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാമ്പസ് ആയിരിക്കണമെന്നില്ല ഈ പറയുന്ന വിസയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ആ ക്യാമ്പസ് കറക്റ്റ് ആയിട്ടാണോ എന്നുള്ളത് നമ്മൾ നോക്കും. വിസയിലാണ് അങ്ങനെ വരുമ്പോ അവര് പ്രത്യേകം നോക്കാനുള്ളതെന്ന് വെച്ചാല് അവരുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും റിട്ടേൺ ടിക്കറ്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ അവരിവിടുന്ന് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റിനുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ടാവണം. അത് കൂടാതെ തന്നെ ഫണ്ട് അതായത് ഇപ്പം നമുക്കറിയാം ലിവിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് $1,050 പെർ മന്ത്. അതിനുള്ള 3 months വിസയ്ക്കാണ് പോകുന്നതാണെങ്കിൽ ആ 3 മാസത്തെ വിസയ്ക്കുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാകും. അത് ഓരോരുത്തരുടെയും പാസ്പോർട്ടിൽ വിസയിൽ വേരി ചെയ്യും. ചിലർക്ക് അത് വേണ്ടി വരാം, ചിലർക്ക് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ മെൻഷൻ ചെയ്യാത്ത കേസസിൽ നമ്മൾ കയ്യിൽ ടിക്കറ്റും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫണ്ടും കാണിക്കണം. അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഈ പോർഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റുഡന്റ് വിസയിലാണെങ്കിലും നമുക്ക് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസ എന്ന് പറയുന്നത് 1 year ആണ്. 2 year കോഴ്സിന് പോകുന്നവരുണ്ടാവും. 1 year കഴിഞ്ഞ് 1 year സ്റ്റേ ബാക്ക് ഇഷ്ടമാണ് നമ്മളെല്ലാവരും പോകുന്നത്. പക്ഷേ നമ്മളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന വിസ പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്. സോ അതുകൊണ്ട് നമ്മളുടെ വിസ തീരുന്ന ഡേറ്റ് എന്നാണ്, വിസ പീരീഡ് എന്താണെന്ന് വ്യക്തമായി നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യത്തെ എന്നാൽ ഒരിക്കലും ഇല്ലീഗലായിട്ട് ഒരു ആക്ടിവിറ്റിയിലും ഇൻവോൾവ് ആകരുത്. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം പോലും ഇല്ലീഗൽ സ്റ്റേ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വിസ പീരീഡ് തീരുമ്പോഴേക്കും അടുത്ത വിസ ആയിരിക്കും. നമ്മൾ സ്റ്റുഡന്റ് പീരീഡ് ആണെങ്കിൽ സ്റ്റുഡന്റ് വിസയിലാണ്, അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേ ബാക്കിലേക്ക് കടക്കുമ്പോഴേക്കും അടുത്ത വിസയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ വിസ പീരീഡ് തീരുന്ന ആ ദിവസത്തിന് 1 മാസം മുൻപ് തന്നെ, കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 20 വർക്കിംഗ് ഡേയ്സിന് മുൻപ് തന്നെ നമ്മൾ നെക്സ്റ്റ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. അപ്പോഴേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിസ തീർന്ന് 1 ദിവസം പോലും നിൽക്കാൻ ഇടവരരുതും. അതുകൊണ്ട് നമ്മളുടെ വിസ പീരീഡ് തീരുന്നത് എന്നാണ് ആ വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാമ്പ് ചെയ്തതിന് 1 month പ്രയർ നമ്മൾ അടുത്ത വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യമാണ് ഇൻഷുറൻസ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കുന്ന ഫീസിനോടൊപ്പം നമ്മൾ ഇൻഷുറൻസ് കൂടെ പേ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഇൻഷുറൻസും ഇതുപോലെ 1 yearലേക്കുള്ളതാണ്. അപ്പൊ ഈ 1 year കഴിഞ്ഞ് നമ്മുടെ ഇൻഷുറൻസ് തീർന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിന് 1 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരികയാണ്
ആണെങ്കിൽ തീർച്ചയായിട്ടും ലാക്സ് ഓഫ് റുപ്പീസ് നമുക്ക് പോകും ഇന്ത്യൻ കൺവേർഷൻ. അപ്പോൾ ഒരിക്കലും ഇൻഷുറൻസും അതുപോലെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ഈ വിസയുടെ എൻഡ് ഡേറ്റ് എന്നാണ്. ഇൻഷുറൻസ് നമ്മുടെ സ്റ്റുഡന്റ് വിസയുടെ പീരീഡ് തീരുമ്പോൾ അതിന്റെ ആ എൻഡ് ഡേറ്റ് നമ്മുടെ ഇൻഷുറൻസിന്റെയും എൻഡ് ഡേറ്റ് ആണ്. അപ്പോൾ അതിനും 1 മാസം മുൻപ് തന്നെ ഇൻഷുറൻസ് നമ്മൾ പുതുക്കിയിരിക്കണം. അപ്പോൾ എപ്പോഴും പാസ്പോർട്ട് അല്ലെ വിസയും ഇൻഷുറൻസ് വളരെ നിർബന്ധമായി നമ്മൾ റിന്യൂ ചെയ്യണം. അത് നമ്മൾ 1 മാസം മുൻപ് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ശരിയായി പറയുവാണെങ്കിൽ 20 വർക്കിംഗ് ഡേയ്സിന് മുൻപാണ്. ഒരിക്കലും ഇത് മറക്കരുത്. എപ്പോഴും നമുക്കറിയാം എംബസിന്ന് അതിന് ഇൻഡിവേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ മെയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വിസ ഇല്ലാതെ നിന്നാലും അല്ലെങ്കിൽ അത് ഇല്ലീഗലായിട്ട് ഒരിക്കലും ഇല്ലീഗൽ സ്റ്റേജിലേക്ക് നമ്മൾ പോകരുത്. എപ്പോഴും വിസ തീരുന്നതിന് 1 month വിസ റിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഇൻഷുറൻസ് തീരുന്നതിന് 1 month മുൻപ് തന്നെ നമുക്ക് ഇൻഷുറൻസ് റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതിനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇന്റർനാഷണൽ അഡ്വൈസർ ഉണ്ടായിരിക്കും, കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. അവർ വേണ്ട സപ്പോർട്ട് തരും. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ട 2 പ്രധാന കാര്യങ്ങളാണ് വിസ റിന്യൂവൽ ആൻഡ് ഓൾസോ ഇൻഷുറൻസ് റിന്യൂവൽ. ഇനി നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ രാജ്യത്ത് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത രാജ്യമേത്, നമ്മൾ അവിടെ ചെന്നിറങ്ങുമ്പോഴുള്ള ഏകദേശമുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ എന്തായിരിക്കും എന്നൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് മാസമാണ് ആ കൺട്രിയിൽ ലാൻഡ് ചെയ്യുന്നത്, ആ സമയത്ത് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, അതിന് പ്രിക്കോഷണറി ആയിട്ട്